Hello friends, welcome to my frocks. ഇന്ന് ഞാൻ ഒരു ഡിസൈനർ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനർ ഫ്രോക്കിന്റെ വീഡിയോ ആണ്. ഇത് ശരിക്കും നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കാൻ ചെന്നാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്. അതിലും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെഡിങ് ഗൗൺസ്, സെലിബ്രിറ്റി ഗൗൺസ് ഒക്കെ ചെയ്യുന്ന മെത്തേഡാണിത്. ഇതിന്റെ വലിയ വെർഷൻ ആണ് അതെന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ അളവുകളിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വലിയ ആൾക്കാർക്കും ഗൗൺസ് ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫ്രോക്ക് ശരിക്കും ഒരു 3 വയസ്സ് 2 to 3 ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് അംബർല കട്ടിന്റെ മോഡൽ. അംബർല കട്ടല്ല, ശരിക്കും ഇതൊരു ഫിഷ് കട്ടാണ്. തുണി വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രാപ്പ് 1 സ്ട്രാപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവേഴ്സ് ഒക്കെ തന്നെയും നമ്മൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഞാൻ ഫ്രോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുണി. ഇത് റോ കോട്ടൻ്റെ തുണിയാണ്. പിന്നെ ഉള്ളത് ഇത് ഓർഗൻസ ക്ലോത്ത് എന്ന് പറയും. ഇത് നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ക്ലോത്താണ്. ഇത് രണ്ടും ഞാൻ ഓരോ മീറ്റർ വീതം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അര മീറ്റർ മതിയാവും നമ്മുടെ ഉടുപ്പിന്. ഇത് 1.5 മീറ്റർ ക്ലോത്ത് ഉണ്ട്. 1.5 മീറ്ററും ആവശ്യമായി വരില്ല. 1.5 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഇത് ഒരു മീറ്ററൊക്കെ നമുക്ക് ആവശ്യം വരികയുള്ളൂ. സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണിത്. അപ്പോൾ ഇത് ഏകദേശം 25 ഇഞ്ചോളം വീതിയുണ്ട് ക്ലോത്തിന്. സീം അലവൻസ് കൂടെ കൂട്ടിയുള്ള അളവാണിത്. 17 ഇഞ്ച് ഇറക്കവുമുണ്ട്. എനിക്ക് വേണ്ട ഇറക്കം 15 ഇഞ്ചാണ്. ഇതും സീം അലവൻസ് കൂട്ടിയിട്ടാണ് 17 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ സ്കേർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും ഞാൻ അംബർല കട്ട്, ഇതിന് മുമ്പുള്ള ഫ്രോക്സ് ഒക്കെ ഞാൻ അംബർല കട്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അംബർല കട്ട് രീതിയിലല്ല ചെയ്യുന്നത്. ഇത് ഏകദേശം 2 മുതൽ 3 വയസ്സ് വരെ 2 to 3 ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ടിങ്ങിന് സ്കേർട്ടിന് കുറച്ച് തുണി മതി. അംബർല കട്ടിൻ്റെ അത്രയും ക്ലോത്ത് വേണ്ട. അതുകൊണ്ടാണ് ടോപ്പിനും സ്കേർട്ടിനും കൂടി 1 മീറ്റർ തുണി മതി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് സ്കേർട്ടിനുള്ള ക്ലോത്താണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് 2 പീസ് ഉണ്ട്. അപ്പോൾ ഇനി ഈ ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ ലെങ്ത് വൈസ് ഒന്നുകൂടി മടക്കുന്നു. അപ്പോൾ ഇത് മുറിയാത്ത വശമാണ്. ഇവിടെ കണ്ടോ 4 പീസായി ഉണ്ട്. എന്നിട്ട് നമ്മൾ ഒരു എലൈൻ ഫ്രോക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് ഈ സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. ക്ലോത്ത് 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേസ്റ്റിൻ്റെ അളവിൻ്റെ 4/1 പ്ലസ് സീം അലവൻസ് അത് ഇത്രയും ഇവിടെ മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 5.5 എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ സീം അലവൻസ് കൂടെ കൂട്ടി ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ട വേസ്റ്റ് അളവിൻ്റെ 4/1 അതാണ് 5.5 എന്ന് പറഞ്ഞത്. ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം ഈ 7 ഇഞ്ചിൽ നിന്നും നമ്മൾ താഴേക്ക് തുണിയുടെ കണ്ടോ എൻഡ് പോർഷനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. നമ്മൾ എലൈൻ ഫ്രോക്കിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. 4-4 എണ്ണം ഉണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഈ സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഈ വേസ്റ്റിൻ്റെ മാർക്കിൽ നിന്നും വരയ്ക്കുന്നു. എന്നിട്ട് ഈ ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വീതി എന്ന് പറയുന്നത്, താഴത്തെ വീതി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വേസ്റ്റിൻ്റെ നേരെ ഇരട്ടി ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ഇതിൽ കൂടിയതോ കുറഞ്ഞതോ ആയ ഫ്രോക്ക് തയ്ക്കുമ്പോഴും ആ കാര്യം മാത്രം ഓർത്തിരിക്കുക. നിങ്ങൾ എടുക്കുന്ന വേസ്റ്റിൻ്റെ അളവിൻ്റെ നേരെ ഇരട്ടി ആയിരിക്കണം താഴെ വരുന്ന അളവ്. അതിൻ്റെ കൂട്ടത്തിൽ സീം അലവൻസ് 1-1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്യണം. അത് മറന്നു പോകരുത്. അപ്പം നമ്മൾ ഈ സൈഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ എഡ്ജ് വന്നിട്ട് ചെറുതായിട്ട് ഇവിടെ ഒന്ന് ചരിച്ചു വിട്ട് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ട് ഉണ്ടോ 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊന്ന് ഒരു കർവായിട്ട് ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടി താഴത്തെ ഭാഗം കൂടി ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷൻ ഇതുപോലെ ഇരിക്കും. ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് ഉണ്ട്. ഇത് ടോപ്പിനുള്ള ക്ലോത്താണ്. ഇതും 2 പീസ് തന്നെയുണ്ട്. 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ക്ലോത്ത്. ഇതിൻ്റെ നീളം ഉണ്ടോ 9 ഇഞ്ച് 9.25 ഇഞ്ചോളം ഉണ്ട്. ശരിക്കും എനിക്ക് വേണ്ട ഇറക്കം എന്ന് പറയുന്നത്, ടോപ്പിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് മതി. ഇത് സീം അലവൻസോടെ കൂട്ടിയാണ് ഞാൻ ഈ 9.25 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 9.25 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് എപ്പോഴും എടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് എനിക്കിവിടെ 22 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു പീസിന് വന്നിട്ട് 11 ഇഞ്ച് വേണം. ഇത് ഫ്രണ്ടും ബാക്കുമായിട്ടാണ് 2 പീസ്. 11 ഇഞ്ചിൻ്റെ കൂടെ ഓരോ 2 ഇഞ്ച് സീം അലവൻസ് കൂടി ഇട്ടിട്ടാണ് ഞാനിവിടെ 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം സീം അലവൻസ് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഞാൻ ഫ്രോക്സിൻ്റെ ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഫാസ്റ്റായിട്ട് തോന്നുന്നു എന്നുള്ളവർക്ക് ഞാൻ ആദ്യം ഇട്ട വീഡിയോസൊക്കെ വളരെ സമയമെടുത്ത് തന്നെയാണ് 3/4 മണിക്കൂറൊക്കെയുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് ഫ്രോക്ക് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും ഞാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1-2 കമൻറ്റ്സ് വന്നിരുന്നു. സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് കൂടി കാണിച്ച് നിങ്ങൾക്ക് വീഡിയോ ലാഗ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ചിങ് കാണിക്കാത്തത്. ഒട്ടും മനസ്സിലാകാത്തവർ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക. കുറച്ചൊക്കെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഒത്തിരി കാണിച്ചാലും ഒത്തിരി വീഡിയോയുടെ നീളം കൂടും എന്നുള്ളതല്ലാതെ സ്റ്റിച്ചിങ് കാണിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. ക്ലോത്തിനെ ഞാൻ ഒന്നുകൂടി മടക്കിയിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇതിപ്പം 4 പീസായിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കുമായിട്ട് 4 പീസായിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ആയിട്ടുള്ള പോർഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. കഴുത്തിൻ്റെയും ഷോൾഡർ അങ്ങനെയൊക്കെയുള്ള മെഷർമെൻറ്റ്സ് എടുത്തു പോവേണ്ടത് ഇവിടെ നിന്നാണ്. മെഷർമെൻറ്റ് എടുക്കാം. ഞാനിവിടെ ടോപ്പ് ഒരു വൺ സൈഡ് സ്ട്രാപ്പുള്ള തരം ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മെഷർമെൻറ്റ് എടുത്തു പോവാം. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ വന്നിട്ട് 4.5 ഇഞ്ച്. അതുപോലെ കൈക്കുഴി 4.5 ഇഞ്ച് എടുത്തിരിക്കുന്നു. ഇതുപോലെ ചരിച്ച് വരയ്ക്കുക. ഏകദേശം 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഇങ്ങനെ. അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കം 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് 5.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്ന അളവ്. 22 ഇഞ്ചാണ് ചെസ്റ്റിന് എടുത്തിരിക്കുന്നത്. എന്നാലും ഞാൻ ബാക്കി തയ്യൽ തുമ്പായിട്ട് കിടക്കുകയാണ്. 6.5 ഇഞ്ചുണ്ട്. 1 ഇഞ്ചോളം തയ്യൽ തുമ്പായിട്ട് ഇട്ടിരിക്കുന്നു. വേസ്റ്റിൻ്റെ അളവും ഞാനിവിടെ 5.5 തന്നെയാണ് എടുക്കുന്നത്. ബാക്കി തയ്യൽ തുമ്പായിട്ട് കിടക്കുന്നു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെസ്റ്റിൻ്റെ അളവ് അതനുസരിച്ച് എടുക്കുക. 24 ഇഞ്ച് എത്രയാണ് അളവെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. എല്ലാ കുട്ടികൾക്കും ഇതായിരിക്കണം എന്നില്ല. ഞാനിവിടെ കഴുത്തും കൈയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ ഈ പോർഷൻ മാറ്റിയിട്ട് ഒരു സ്ട്രാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് ലൈനിങ് വേണം എന്നുള്ളവർ അതുകൂടി വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. ലൈനിങ് ഞാനിവിടെ ടോപ്പിന് മാത്രം ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം നോക്കൂ, 2 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കട്ട് ചെയ്യാൻ എടുത്ത ഇറക്കം തന്നെ. അതപ്പോൾ ഈ സൈഡിൽ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ എതിർ സൈഡിലെ ആം ഹോളിൻ്റെ ഇവിടെയായിട്ട് ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ഇഞ്ചിൽ നിന്നും ഈ 3.5 ഇഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങനെയും കൂടി കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രാപ്പ് വെക്കുകയാണ് ചെയ്യുന്നത് ഈ പോർഷനിലായിട്ട്. അപ്പോൾ വൺ സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്തിട്ട് തന്നെയുള്ള ഫുൾ സ്റ്റിച്ചിങ് ഒക്കെ കാണിച്ചിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് തന്നെ സ്ട്രാപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഇത് കണ്ടോ, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ കട്ട് ചെയ്ത പോർഷൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കട്ട് ചെയ്ത പോർഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ആ സ്ട്രാപ്പ് ചെയ്യേണ്ടത് എവിടെയാണെന്നൊന്ന് മെഷർ ചെയ്ത് പോകാം. കാരണം പിന്നീട് അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കണ്ടോ, ഇത് വെച്ചിട്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത് അത്രയും വീതി വേണ്ട സ്ട്രാപ്പിന്, ഇത്രയും വീതി മതി. അതുപോലെ തന്നെ ഈ ലെങ്തിൽ വേണം സ്ട്രാപ്പ് എടുക്കാൻ. ഈ ലെങ്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട്, അതായത് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് വേണം, ഇതിൻ്റെ ഈ ലെങ്തിൽ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് വേണം സ്ട്രാപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത്. കട്ടിങ് ഞാൻ ആദ്യം പറഞ്ഞ ആ മെഷർമെൻറ്റിൽ ആദ്യം ഈ തുണി എടുത്ത് അതേ മെഷർമെൻറ്റിൽ തന്നെ ലൈനിങ് ക്ലോത്ത് എടുക്കുക. എന്നിട്ട് കണ്ടോ, ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത്, നല്ല പോർഷനിൽ, കാണത്തക്ക രീതിയിലുള്ള പോർഷനിൽ ഇതേപോലെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് കൈയും കഴുത്തിൻ്റെ ഈ ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ ഈ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ലേശം തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യുക, ലേശം ഗ്യാപ്പിട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ തയ്ച്ചിരിക്കുന്നതിൽ കൊള്ളരുത്. ഉണ്ടോ, നല്ല വശത്താ വെച്ചാണ് തയ്ച്ചിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഇവിടെ ചെറുതായിട്ടൊന്ന് തടിപ്പ് ഇങ്ങനെ
ഉണ്ടല്ലേ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാര്യം ഈ സ്റ്റിച്ചിൽ കൊള്ളരുത്, കൊള്ളാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ റിവേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പോർഷൻ ഫ്രണ്ടിൽ വന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറമേ കൂടി ഈ ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുക. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇപ്പുറത്തെ ഭാഗത്തും തയ്യൽ തുമ്പൊന്നും കാണത്തില്ല. ഇതേപോലെ തന്നെ ഈ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ച് റിവേഴ്സ് ചെയ്ത് എടുക്കുക. നല്ല ഭാഗത്ത് വെച്ച് തയ്ക്കുമ്പോഴേ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ മറ സൈഡിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്യുക. ബാക്ക് പീസിലും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കൂട്ടി തയ്ക്കുകയും ചെയ്യുക. ടോപ്പ് സ്റ്റിച്ച് ചെയ്തു, ഇത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. കയ്യിലും കഴുത്തിലും ഈ ഇത്രയും ഭാഗം വരെ പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു സൈഡ് ഓപ്പൺ ആണ്, ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെക്കേണ്ട സ്ട്രാപ്പ്, ഇവിടെ ഒരു സ്ട്രാപ്പ് ഞാനിവിടെ സ്ട്രാപ്പാണ് വെക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്ട്രാപ്പ് ഇവിടെ കണ്ടോ, ഇതുപോലെ ഒരു സ്ട്രാപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സെയിം വീതിയിൽ ഇതിനേക്കാൾ അല്പം വീതി കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ആദ്യം ക്ലോത്ത് കാണിച്ചപ്പോൾ ഒരു ഓർഗൻസ ക്ലോത്ത് കാണിച്ചിരുന്നല്ലോ. ഇതിൽ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലോത്താണത്. അപ്പോൾ ആ ക്ലോത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സ്ട്രാപ്പ് എടുത്തിരിക്കുന്നത്. സ്ട്രാപ്പ് ഇവിടെ പുറമെയാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് ചെയ്യുന്നില്ല. ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈനിങ്ങിനകത്ത് പോകണം. അപ്പോൾ അത് ഈ ലൈനിങ് തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് തയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പുറമെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ട്രാപ്പ് ഉള്ളിൽ വെച്ച് തയ്ക്കുന്ന വൺ സ്ട്രാപ്പിൻ്റെ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്ലവറും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പുറമേ തയ്ച്ചാലും അത് കാണില്ല. അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിൽ ഇവിടെ ഞാൻ ബാക്ക് പീസിലേക്ക് ഇത് തയ്ച്ച് പിടിപ്പിക്കുന്നില്ല. കാരണം ബാക്ക് ഓപ്പൺ ചെയ്യുന്നില്ല. ചെറിയ കുട്ടികളുടെ ആയതുകൊണ്ട് ബാക്ക് ഓപ്പൺ ചെയ്യാതെ ഇവിടെ പ്രസ് ബട്ടൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഊരിയിട്ട് ഫ്രോക്ക് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ പാകത്തിന്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാത്രം ഫ്രണ്ട് പീസിൽ മാത്രം ഈ സ്ട്രാപ്പ് തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട്. തയ്ച്ച് പിടിപ്പിക്കേണ്ട നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനവിടെ കണ്ട ഒരു മാർക്കിംഗ് കൊടുത്തിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് കളഞ്ഞ ആ ഭാഗത്തെ മാർക്കിംഗ് ആ സെയിം പോർഷനിൽ ഇത് വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. ഇന്ന് സ്ട്രാപ്പിൻ്റെ വീതി 1.5 ഇഞ്ചാണ്. അത് രണ്ടായിട്ട് മടക്കി തയ്ച്ചിരിക്കുകയാണ്. അപ്പം 3 ഇഞ്ച് എടുത്തിട്ടാണ് കണ്ടോ ഇങ്ങനെ തയ്ച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നീളം 7 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് തയ്ച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ അല്പം എക്സ്ട്രാ കിടക്കും. അഥവാ വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്രസ് ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഞാനിത് അറ്റാച്ച് ചെയ്യുന്നു. പുറമേ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ട്രാപ്പ് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ബാക്കിലേക്ക് എടുത്ത് ബാക്കിലത്തെ സ്ട്രിപ്പിൽ ഞാനിവിടെ പ്രസ് ബട്ടൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നീളം അനുസരിച്ച് എടുത്തിട്ട് പ്രസ് ബട്ടൺ ഇവിടെ അറ്റാച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ഇപ്പോൾ 2 പീസായിട്ടാണല്ലോ സ്കേർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒരു ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്യുക. സ്കേർട്ടിൻ്റെ ഒരു ഭാഗം ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ടോപ്പിൻ്റെയും ഒരു പോർഷൻ തുറന്നതാണ്, സ്കേർട്ടിൻ്റെയും ഒരു ഭാഗം തുറന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് ഒരു പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തതുപോലെ സ്കേർട്ടും ഒരു പോർഷൻ ജോയിൻ ചെയ്തിട്ട് ഈ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുക. സ്കേർട്ടിൻ്റെ 2 പീസുകൾ നമ്മൾ കൂട്ടി തയ്ക്കുന്നു. നമുക്ക് ടോപ്പും സ്കേർട്ടും തമ്മിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ടോപ്പിൻ്റെ തയ്ച്ച ആ ഒരു ഭാഗവും സ്കേർട്ടിൻ്റെ തയ്ച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, അത് തമ്മിൽ ജോയിൻ ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഫേസ് ടു ഫേസ് വെക്കുക. സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ടോപ്പിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഒന്നുകിൽ ഇവിടെ നിന്ന് തന്നെ തയ്ച്ചു പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഒരു മുട്ടുസൂചി കുത്തിയിട്ട് തുടക്കം തൊട്ട് തയ്ച്ചു വരിക. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് തയ്ക്കുക. ഇപ്പോൾ ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു സൈഡ് ജോയിൻ ചെയ്തു. സ്കേർട്ടും ടോപ്പും തമ്മിൽ ജോയിൻ ചെയ്തു. ഒരു ഭാഗവും കൂട്ടി തയ്ച്ചിട്ടുണ്ട്, ഒരു സൈഡ് കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്കേർട്ടിൻ്റെ സാധാരണയായിട്ട് ഈ സൈഡും കൂടി തയ്ച്ചു കഴിഞ്ഞ് മാത്രമേ അടിഭാഗം തയ്ക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാനിതിൽ ഫ്ലവർ വെക്കുന്നത് കൊണ്ട് അടിഭാഗം ഞാൻ നേരത്തെ തയ്ക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ഇത് മടക്കി തയ്ക്കുക. ഇതിൻ്റെ ഫ്രോക്കിൻ്റെ അടിഭാഗം
ഇങ്ങനെ മടക്കി തയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം മടക്കി തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ വെക്കാനുള്ള ഈ ഫ്രണ്ട് പീസിൽ വെക്കാനുള്ള ഫ്ലവർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ക്ലോത്താണ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഓർഗൻസ ക്ലോത്താണ്. ഇതിൻ്റെ എഡ്ജ് പോകാത്ത തരം തുണിയാണിത്. നമ്മൾ കട്ട് ചെയ്താൽ അത് തുണിയുടെ നൂല് എഴുന്നു പോവില്ല. ഞാനിവിടെ ഈ ബൗൾ വെച്ചിട്ടാണ് റൗണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വെച്ചിട്ട് എന്തിൻ്റെങ്കിലും അടപ്പോ അതുപോലെ വെച്ചിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വള വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ഈ റൗണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചോക്ക് കൊണ്ടാണ് റൗണ്ട് വരയ്ക്കുന്നത്. പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ അത് എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്കിതുപോലെ വരച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ? എന്നിട്ടിപ്പോൾ ഇനി ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ക്ലോത്തിൽ നിന്നും. ഇതുപോലെ കുറേ അധികം റൗണ്ടുകൾ നമ്മൾ ഈ ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആ തുണിയിൽ നിന്നും ഇതുപോലെ കുറേ അധികം റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തരം തുണി ഉണ്ടായിരുന്നു. 2 തുണിയിൽ നിന്നും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഈ റൗണ്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ മടക്കുന്നു, പിന്നീട് ഇങ്ങനെ മടക്കുന്നു. ഇങ്ങനെയാണിത് മടക്കി വെക്കുന്നത്. നമുക്കിത് ഉടുപ്പിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. മുട്ടുസൂചി ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. ഫ്രോക്ക് ഇതുപോലെ വിടർത്തിയിടുക. ഇത് ഫ്രണ്ട് പീസാണ് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷൻ. ഫ്രണ്ടിൽ വരുന്ന പോർഷനാണിത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ വിടർത്തിയിടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയ, ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് എങ്ങനെയാണ് മടക്കുന്നതെന്ന്, ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യുക. സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യുന്ന മുട്ടുസൂചി ഉപയോഗിച്ച് നമുക്ക് കുത്തി വെക്കാം. എന്നിട്ട് തയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് തയ്യൽ മെഷീനിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ തയ്ക്കുന്നതനുസരിച്ച് സൂചി ഊരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് കണ്ടോ, ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ഇങ്ങനെ നീളത്തിൽ തന്നെ ഇവിടുന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ എൻഡിൽ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ കുത്തി വെച്ചാൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ലൈനിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് തയ്ക്കുമ്പോൾ ഒരു ലൈനിൽ തയ്ച്ചങ്ങ് പോകാൻ പറ്റും. ഇങ്ങനെ ആദ്യം തയ്ക്കുക. പിൻ ചെയ്തിരുന്ന ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഈ എൻഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഡബിൾ സ്റ്റിച്ച് ഇതിന് ഓരോന്നിനും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓരോ ലെയറും ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ഇതുപോലെ ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചു പോവുക. ഇവിടം വരെ ഞാൻ സ്കേർട്ടിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ സ്കേർട്ടിൻ്റെ ഈ ഭാഗം വരെ ഇതുപോലെ വെച്ചിട്ട് തയ്ക്കുക. ഇതുപോലെ ഞാൻ ഇതിൻ്റെ ടോപ്പ് വരെ, ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്കേർട്ടിൻ്റെ ടോപ്പ് പോർഷൻ വരെ തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. കണ്ടോ? ഇതുപോലെ മെഷീനിലാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം വരെയും നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഇനി ഒരു ലെയറും കൂടി വെച്ചാൽ സ്റ്റിച്ച് കാണും. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ലെയർ നമ്മൾ ഇതേ കണ്ടോ, ഈ സ്റ്റിച്ച് കാണരുത്. നമ്മളിത് ചെയ്യുന്നതും കാണരുത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടോ? ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ കൈകൊണ്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ തയ്ക്കാനായിട്ട്. കൈകൊണ്ട് സൂചിയും നൂലും ഉപയോഗിച്ച് ഇതൊന്ന് തയ്ച്ച് പിടിപ്പിക്കുക. ഇതുപോലെ ഓരോ ലെയറിൻ്റെ ഇടയ്ക്കും. ഇപ്പോൾ ടോപ്പ് പോർഷൻ വരുമ്പോൾ അത്രയധികം വരില്ല. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റിച്ച് കാണുകയില്ല. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും കാണില്ല, താഴേക്കാണ് പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു 2 എണ്ണം കൂടി വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് തയ്ച്ചു പിടിപ്പിക്കുക. ഇത് ഫുള്ളായിട്ട് തയ്ച്ചു പിടിപ്പിച്ചതിന് ശേഷം ഈ സൈഡ്, നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ആണല്ലോ നമ്മുടെ ഫ്രോക്കിൻ്റെ, ഈ ഒരു സൈഡ് ടോപ്പും സ്കേർട്ടിൻ്റെ ഭാഗവും തമ്മിൽ തയ്ച്ചു പിടിപ്പിക്കുക. ഒന്നിച്ചാക്കുക. അപ്പോൾ ഇവിടെ തയ്ക്കുമ്പോൾ ഇതും കൂടി സ്റ്റിച്ചിൽ വരരുത്. ഇതിങ്ങനെ പൊങ്ങി തന്നെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേണം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ എൻഡ് വരെയും തയ്ക്കുക. ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഒരു സൈഡ് കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഞാൻ നേരെ തിരിച്ചാണ് താഴേക്ക് വെച്ചിരിക്കുന്ന പോലെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. മുകളിലത്തെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ കൈകൊണ്ട് ഹാൻഡ് സ്റ്റിച്ചാണ് മുകളിൽ വെച്ചിരിക്കുന്ന ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി മുകളിൽ ഈ സ്ട്രാപ്പിൻ്റെ ഭാഗത്തും വെച്ചിട്ടുണ്ട്. വൺ സ്ട്രാപ്പിൻ്റെ പോർഷനിലും വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ഫ്രോക്കാണിത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.